20 കിട്ടും പറഞ്ഞിട്ട് 25 കിട്ടിയ സന്തോഷമാണ്. 20 കിട്ടും പറഞ്ഞാൽ 15 കിട്ടാൻ പാടില്ലല്ലോ. അപ്പൊ നല്ല നല്ല പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ നല്ല നല്ല വലുപ്പത്തിലുള്ളതും ചെറുതും വലുതും എല്ലാ പശുക്കളും ഉണ്ട്. ക്വാളിറ്റി വാങ്ങിയിട്ട് നമ്മളൊരു 5000 റുപ്യ അല്ലെങ്കിൽ 10,000-ത്തിനുള്ളിൽ നമ്മൾ എത്ര കിട്ടിയായിരുന്നു? രാവിലെ 14 ലിറ്റർ കിട്ടിയിട്ടുണ്ട്, വൈകുന്നേരം 11 ലിറ്ററും കിട്ടി. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ പാലക്കാട്ടെ പ്രധാന കൗ ബ്രോക്കറായ ദിനേശിന്റെ കൂടെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ അത് അടിപൊളി കുറെ പശുക്കളെ ഉള്ള ഒരു ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവര് ഫാമിലുകളിൽ നിന്നും പശുക്കളെ എടുത്ത് കൊടുക്കും, കെട്ടിത്തറകളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് തമിഴ്നാടൊക്കെ ഉള്ള കുഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് വീടുകളിൽ നിന്ന് പശുക്കളെ വേണമെന്നുണ്ടെങ്കിലും എടുത്തു കൊടുക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ദിനേശിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നേരെ വീഡിയോയിൽ. ദിനേശ് ഭായി നമസ്കാരം. നമസ്കാരമുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷമാണ്. നമ്മൾ പാലക്കാട് ചിറ്റൂരാണ് സ്ഥലം. നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ നിറയെ പശുക്കൾ എടുത്തു കൊടുക്കാം. നമ്മളെ വീഡിയോയിലേക്ക് കാണുന്ന അടിപൊളി പശുക്കളാണല്ലോ. എല്ലാം പശുക്കളാണ്. നമ്മൾ ഓരോ ഉൾഗ്രാമങ്ങളിലും ഓരോ വീടുകളിലും ഓരോ സ്ഥലങ്ങളിൽ പോയി നമുക്ക് കുറെ കെട്ടിത്തറകളും എല്ലാം നമുക്കായിട്ട് ബന്ധങ്ങളുണ്ട്. നമ്മൾ കുറെ ദിവസം ഓരോരോ ഭാഗങ്ങളിൽ പോയിട്ട് നല്ല നല്ല പശുക്കൾ എടുത്ത് കൊടുക്കാറുണ്ട്. വലിയ വലിയ പശുക്കളുണ്ട്, ചെറിയ ചെറിയ പശുക്കളുണ്ട്, എച്ചപ്പ് ഉണ്ട്, എച്ചപ്പ് ക്രോസ് ഉണ്ട്, ജെയ്സി ഉണ്ട്, ജെയ്സി എച്ചപ്പ് ക്രോസ് ഉണ്ട്. ഏത് ടൈപ്പ് പശുവിനെ വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. നല്ല നല്ല പശുക്കൾ എടുത്തു കൊടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് നല്ല നല്ല എച്ചപ്പിലാണ്, പക്ഷെ ഫുൾ ബ്ലാക്ക് ആണ്. കുറച്ച് എച്ചപ്പ് ആണ്. മറ്റേത് 6 പല്ല് പ്രായം, 20 ലിറ്റർ എന്തായാലും കിട്ടും. 20 ലിറ്റർ ഉറപ്പാണ്. നമ്മ 25 പറയുന്നില്ല, 20 കിട്ടും. ചെനയല്ലേ? ചെനയാണ്. ഒരു 10 ദിവസം കൊണ്ട് ഇത് പ്രസവിക്കാനാവും. ഇത് എച്ചപ്പാണ്. ഇത് 6 പല്ലാണ്. 6 പല്ല്. അതെ, ഒരു 10 ദിവസം ഇത് ആവും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. 10 ദിവസം കൊണ്ടാവും. ഇത് എച്ചപ്പ്. ഇത് വന്നിട്ട് ഇതപ്പോ ഒരു 6-7 ദിവസം കൊണ്ട് ഇത് പ്രസവിക്കാനാവും. തട്ട് കുഴിഞ്ഞിട്ടുണ്ട്. നല്ല വലിയ നല്ല പശുവാ. നല്ല വലിയ നല്ല ഇതൊക്കെ പറമ്പിൽ മെയിൻ പശുക്കളാണ്. ഇതെല്ലാം കാണുന്ന എല്ലാം പറമ്പിൽ മെയിൻ പശുക്കളാണ്. ഇവിടെ തന്നെ ഒരു പറമ്പിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ചൂട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒന്നുമില്ല. അത് പറമ്പിൽ രാവിലെ കെട്ടി വൈകുന്നേരം വരെ പറമ്പിൽ മെയിൻ പശുക്കളാണ്. നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ് നമ്മുടെ കസ്റ്റഡിയിലുള്ളത്. ഇത് മാത്രമല്ല, കുറെ കെട്ടിത്തറകളുണ്ട്. നമുക്ക് പാലക്കാട് മുതൽ നമ്മൾ പൊള്ളാച്ചി, കോയമ്പത്തൂർ, പഴനി, ഉടുമൽപേട്ട അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. വലിയ വലിയ പശുക്കൾ നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട്. ചെറുത് വേണമെങ്കിൽ ചെറുത് കൊടുത്തു കൊടുക്കാം. അങ്ങനെയുള്ള ജെയ്സി പശുക്കളുണ്ട്, എച്ചപ്പുകളുണ്ട്, ഓൾ ബ്ലാക്ക് ഉണ്ട്, റെഡ് സിന്ധി ഉണ്ട്, എല്ലാ സുനന്ദിനി ബ്രീഡുള്ള പശുക്കളുണ്ട്. എല്ലാ പശുക്കളും നമുക്ക് എടുത്തു കൊടുക്കാം. ഏത് ലെവലിൽ വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റും. ഒരു 65 മുതൽ 1,25,000 വരെയുള്ള പശുക്കളുണ്ട്. അത് പറഞ്ഞാൽ 65, 70, 75. അതായത് പശുക്കള് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 65,000 മുതൽ. അത് പറഞ്ഞാൽ സാധാരണപ്പെട്ടവർക്ക് 65 മുതൽ 75 വരെയുള്ള പശുക്കൾ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. കുറച്ച് നല്ല ഫാമിലിക്കുള്ള പശുക്കളുണ്ട്. 75 മുതൽ 1.5 ലക്ഷം വരെയുള്ള പശുക്കൾ, വലിയ വലിയ പശുക്കൾ, നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ളത്, നല്ല എച്ചപ്പ് ഉള്ളത്, നല്ല മഡ്സെറ്റിലും നല്ല വലുപ്പത്തിലും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിയ പശുക്കളുണ്ട്. നമ്മളത് എടുത്തു കൊടുക്കാം. നമുക്ക് 10, 100, 150 കെട്ടിത്തറകളോ നമുക്ക് വീടുകളോ ആയിട്ടും നമുക്ക് കച്ചവടക്കാരായിട്ടും എല്ലാവരും നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഇത് 25 ലിറ്റർ പറയുന്നുണ്ട്. 25 ലിറ്റർ ഉടമസ്ഥൻ പറയുന്നത് 25 ലിറ്റർ പറയുന്നുണ്ട്. 22 ലിറ്റർ നമ്മൾ 22 ലിറ്റർ ഉറപ്പായി കിട്ടും. ഇത് വന്നിട്ട് 21 ലിറ്റർ ഇത് കിട്ടും. 27 ലിറ്റർ ഇവര് പറയുന്നുണ്ട്. 21 ലിറ്റർ. അത് പറഞ്ഞാൽ പാലിന്റെ കണക്ക് നമുക്ക് കൂടുതൽ പറയാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു വിട്ട് കഴിഞ്ഞാൽ 4 ലിറ്റർ കമ്മിയാവും, ചിലപ്പോൾ 4 ലിറ്റർ കൂടും. അതായത് പാർട്ടി പറയുന്ന 27 നമ്മൾ ഈ 22 21 കണക്കായിക്കോളെ. ശരി. കൊണ്ടുപോയി നമ്മൾ പറയുന്നത് 20 കിട്ടും പറഞ്ഞിട്ട് 25 കിട്ടിയ സന്തോഷമാണ്. 20 കിട്ടും പറഞ്ഞാൽ 15 കിട്ടാൻ പാടില്ലല്ലോ. അപ്പൊ നല്ല നല്ല പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിൽ നല്ല നല്ല വലുപ്പത്തിലുള്ളതും ചെറുതും വലുതും എല്ലാ പശുക്കളും ഉണ്ട്. ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും എടുത്തു കൊടുക്കാം. ദിനേശ് ഭായി, ഇപ്പൊ ഒരു 3-4 അടിപൊളി ജേഴ്സി പശുക്കളല്ലേ ഇതെല്ലാം? അതെ, ജെയ്സി പശുവാണ്. കിട്ടില്ല പശുക്കളാണല്ലോ. അതെ, ഇത് എച്ചപ്പില് ജെയ്സി ക്രോസാ. നല്ല മടിയായിട്ടുണ്ട്. ഇപ്പൊ 25 ലിറ്റർ പാലായിട്ടുണ്ട്. ഓ, അത്രയും കിട്ടൂല്ലേ? അത്രയും കിട്ടും. ഇത് നമ്മളൊരു ഭാഗത്ത് വാങ്ങിച്ചു കൊടുത്ത പശുവാണ്. ഇത് കറന്നു പോയി കൊണ്ടുപോയ പശുവാണ്. നാളെ കേട്ടുള്ളൂ. ഇവിടുന്ന് ഒരു 5 പശു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4 ചനയും ഒരു പെറ്റത്തോ വാങ്ങിച്ചത്. 2 നേരം കറവ് നോക്കിയിട്ടുണ്ട്. 2 നേരം കറവ് നോക്കി വാങ്ങിയതാണ്, വാങ്ങിച്ചതാണ്. അപ്പൊ എത്ര കിട്ടിയായിരുന്നു? രാവിലെ 14 ലിറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 11 ലിറ്ററും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. മൂന്നാം പ്രസവമാണ്. മൂന്നാം പ്രസവമാണ്. മൂന്നാം പ്രസവം വിലയൊക്കെ കുറച്ച് കിട്ടൂല്ലേ? വില കുറച്ച് കിട്ടും. പരമാവധി ബാർഗെയിൻ ചെയ്ത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും? തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കും. ആര് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളൊരു 5,000 റുപ്യ അല്ലെങ്കിൽ 10,000-ത്തിനുള്ളിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഒരു 5 പശു എടുക്കണം. നമ്മൾ ചുരുങ്ങിയത് ഒരു 5,000 രൂപ ഒരു പശുവിനെ കമ്മിയാക്കി നമ്മൾ 25,000 റുപ്യ നമ്മൾ ഉറപ്പായിട്ട് കമ്മിയാക്കി നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ആര് വാങ്ങുക, എത്ര വലിയ ആൾക്കാർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. വലിയ പശുക്കൾ 15 ലിറ്റർ പാല് കിട്ടും. 15 ലിറ്റർ പാല് കിട്ടും. പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ പറയും 15 ലിറ്ററിൽ 6 കിട്ടുള്ളൂ എന്ന് പറയും. 15 ലിറ്റർ ഉറപ്പായി പാല് കിട്ടും. ഇത് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞ വീട്ടിലെ പശുവാണ്. കഴിഞ്ഞതിൽ 15 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. 17 ഞാൻ പറഞ്ഞിട്ടില്ല, 15 ലിറ്റർ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് പോയാലേ കുഴപ്പമില്ല. നമുക്ക് വില കൊണ്ടും കമ്മിയായിട്ട് വാങ്ങിച്ചു കൊടുക്കാം. ഒരു 55 രൂപ കൊടുത്താൽ മതി ഈ പശുവിന്. പിന്നെ ജെർസി പശുക്കളൊക്കെ ആകുമ്പോൾ വലിയ 55 രൂപ ഇതിന് കൊടുത്താൽ മതി. ഈ 55 രൂപ നമ്മൾ കൊടുത്താൽ മതി, വാങ്ങിച്ചു കൊടുക്കാം.
അത് ശരി, അത്രയ്ക്ക് വില കുറച്ച് കിട്ടും. അത്രയും വില കുറച്ച് കൊടുക്കുക. അതൊരു ഒരു 85 രൂപ കൊടുത്താൽ ഈ പശു നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അത് മൂന്നാമത്തെ ഈറ്റ് ആയതുകൊണ്ട് അവര് ഇതിന്റെ പശുവിന്റെ ഉടമസ്ഥ 1.20 വില പറഞ്ഞു നമ്മൾ 85 രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ചു 1.20 പറഞ്ഞത് നിങ്ങൾ 85 വാങ്ങിച്ചു കൊടുക്കും. അത്രയും വില കുറച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അത് അത്രയും പറഞ്ഞ നമ്മൾ ഒരു 5 പശു വാങ്ങിച്ചായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ വാങ്ങിച്ച പശുവാണ് അത്. ചിന്താമണി ബ്രീഡാ. ചിന്താമണി ബ്രീഡാണോ അത്? ജേഴ്സിയാണ്. ജേഴ്സി ചിന്താമണി വന്നതാണ് അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള പശുവാ, നല്ല കണക്കുള്ളതും നല്ല വലിയ പശുവാ, നല്ല കളറൊക്കെ ആണല്ലോ. അതെ, നല്ല കുട്ടിയിൽ കൊണ്ട് വളർത്തിയ പശുവാ. ചാട്ടം ബേളം ഒന്നുമില്ല. ഒന്നുമില്ല. 4 പല്ല് പ്രായം. 15 ദിവസമാവും ഈ പ്രസവിക്ക്. 15 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. അതെ. ഒരു 20 ലിറ്റർ പാല് കിട്ടും ഇതിനോ? അതിന് 20 ലിറ്റർ പാല് കിട്ടും. ഉറപ്പ് തന്നെ? ഉറപ്പായിട്ട് കിട്ടും. എന്താ പറഞ്ഞാൽ ഐ ബ്രീഡ് അത്. എസ്റ്റപ്പ് ജെയ്സ് ക്രോസാ. ഒരു ചെറു കുടുംബത്തിന് അത് കഴിഞ്ഞു പോകാൻ പറ്റും. ഒരു 16 ലിറ്റർ 17 ലിറ്റർ പാല് കിട്ടും. 17 ലിറ്റർ കിട്ടും. 17 ലിറ്റർ പാല് കിട്ടും. ഒരു 60 രൂപ 65 രൂപ കൊടുത്താൽ അത് കിട്ടും. അത്രേ ഉള്ളൂ. ഒരു പശു ആയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ 5 പശു എടുക്കുമ്പോൾ ഈ പശു വാങ്ങിച്ചപ്പോ 85 രൂപയ്ക്ക് ആ പശു വാങ്ങിച്ചാണ്. പക്ഷെ അത് ഒറ്റയ്ക്ക് വാങ്ങുമ്പോൾ 95 രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അത് എത്ര ബാർഗിൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കും, അത്രയും ബാർഗിൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു 4-5 പശുവൊക്കെ ഒരുപാട് താഴ്ത്തിട്ട് വാങ്ങിച്ചു. നല്ല വ്യത്യാസം വരും അല്ലേ വിലയില്? നല്ല വ്യത്യാസങ്ങളിലും നല്ല പശുക്കളും നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഈ പശു ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് വാങ്ങണമെങ്കിൽ ഇപ്പൊ 1 ലക്ഷം രൂപ കൊടുക്കേണ്ടത്. അത് നോക്കി അതിന്റെ പാൽ നരമ്പൊക്കെ നോക്കി എത്ര കനത്തിലുള്ള പാൽ നരമ്പാണ്. അതെ. ഇതിനൊപ്പം നമ്മൾ 5 പശു വാങ്ങിച്ചു കൊടുത്താണ്. നല്ല കണക്കുള്ള പശുക്കുട്ടിയാ. ഇതൊക്കെ ചിലപ്പോൾ വിറ്റ് പോകാം നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ വരുമ്പോഴേ. അപ്പൊ ഇതുപോലുള്ള പശുക്കൾ തന്നെ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇതിനെ വെച്ച് നല്ല ക്വാളിറ്റിയുള്ള വലിപ്പത്തിലുള്ള നല്ല വലിയ പശുക്കൾ നമുക്ക് എടുത്തു കൊടുക്കാൻ കഴിയും. അത് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 15 ലിറ്റർ മുതൽ 30 ലിറ്റർ വരേക്കുള്ള കറക്കാനുള്ള ശേഷിയുള്ള പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. നമുക്ക് എത്ര വലുത് വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ചെറുകിട കർഷകരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഹെവി പശുക്കളെ വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്കുള്ള പശുക്കൾ അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള പശുക്കളൊക്കെ. അതായത് ഒരു ചെറു ഒരു കർഷകന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ പശുക്കളൊക്കെയാണ്. 20 പാല് കിട്ടും. 20 പാല് കിട്ടും. അതുപോലെ ജെയ്സി പശുക്കളുണ്ട്. ഇവിടെയൊക്കെ ജെയ്സി പശുക്കളുണ്ട്. ഇതൊക്കെ നമുക്ക് 20 ഒരു ചെറു കുടുംബത്തിന് കഴിഞ്ഞു പോകേണ്ട പശുക്കളൊക്കെ എവിടെയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് നിങ്ങൾ പശുവിനെ എടുത്ത് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് വാഹനങ്ങളിൽ ഇവർ ഈ പാർട്ടി തന്നെ കൊണ്ടുവരണോ അതോ നിങ്ങൾക്ക് വാഹന സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ട്രാൻസ്പോർട്ടൊക്കെ നമ്മുടെ സ്വന്തം വണ്ടിയല്ല, നമ്മളവിടെ വണ്ടി വിളിച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത് കയറ്റി കൊടുക്കുന്നവരേക്കുള്ള അവിടെ പശു ഇറക്കി കൊടുക്കുന്നവരേക്കുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം. പൂർണ്ണമായ ഉത്തരവാദിത്വം. പ്രസവിച്ച് നിൽക്കുന്ന പശുവാണെങ്കിൽ കറന്ന് നോക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. ഓരോരോ ഭാഗങ്ങളിലും പെറ്റ പശുക്കളാണെങ്കിലും നമുക്ക് ഇപ്പോ കറന്ന് നോക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മഞ്ഞപ്പലാണെങ്കിൽ മഞ്ഞപ്പല കറന്ന് നോക്കാം. കിടിലൻ പശുക്കളെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദിനേശിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ തന്നെ തീർച്ചയായിട്ടും കൊടുത്തോളാം. പാലക്കാട് ചിറ്റൂർ പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട്. എപ്പോ വേണമെങ്കിൽ വിളിച്ചിട്ട് വരാം. വന്ന് നല്ല പശുക്കൾ എടുത്തു കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ നമ്മൾ എടുത്തു കൊടുക്കുള്ളൂ. നല്ല പശുക്കൾ തെരഞ്ഞു നോക്കി എടുത്തു കൊടുക്കും. വന്നിട്ട് സമയിൽ അവർക്ക് പോകാൻ പാടില്ല. നല്ല പശുക്കൾ മാത്രം നമ്മൾ തെരഞ്ഞു പിടിച്ച് എടുത്തു കൊടുക്കും. അതുപോലെ പാലക്കാട് മുതൽ നമ്മൾ തമിഴ്നാട് കംപ്ലീറ്റ് ഉൾഗ്രാമങ്ങളിലും പാലക്കാട് ഗ്രാമങ്ങളിലും വീടുകളിലും മറ്റേ ഫാമുകളിലും എല്ലാവരും നമ്മൾ പശു എടുത്തു കൊടുക്കാറുണ്ട്.